നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ചില ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ചിലപ്പോൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അതായത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് മൊബൈൽ കമ്പനി തരുന്ന ചില ആപ്പ്, ഒന്നുകിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ആപ്പുകൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു മൊബൈൽ കമ്പനി തന്നെ തരുന്ന ഒരു ആപ്പാണ്. ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്ര ആപ്പുകൾ നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമുക്കിത് ഇവിടെ എനേബിൾ ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ ബാറ്ററി ഉപയോഗിക്കില്ല. അപ്പോൾ അത്ര ആപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ചില ആപ്പുകൾ, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അത്ര ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. എന്നാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചില ആപ്പുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2 ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 ആപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പാണ്. ഇത് ഉദാഹരണത്തിന് കാണിച്ചതാണ്. ഇത് ഞാനൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാണാൻ സാധിക്കും ഇതുപോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവിടെ കൊടുത്തിട്ടപ്പോൾ ഇതുപോലെ ചോദിക്കുന്നുണ്ട്. ലോക്ക് മൈ ഫോൺ എന്നുള്ള ഓപ്ഷനുള്ള ആപ്പാണ്. ഞാൻ ഓക്കെ കൊടുത്തപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ആകുന്നില്ല. ഇവിടെ ലോക്ക് മൈ ആപ്പ് എന്നുള്ള ഈ ഒരു ആപ്പാണ്. ഇത് അൺഇൻസ്റ്റാൾ ആകുന്നില്ല. രണ്ടാമത്തെ മാൾവെയർസ് എന്നുള്ള ആപ്പാണ്. ഇത് ഞാൻ ഇതുപോലെ അൺഇൻസ്റ്റാൾ എന്നുള്ള അടുത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. 2 ആപ്പ് ഇവിടെ അൺഇൻസ്റ്റാൾ ആയിട്ടില്ല. പക്ഷെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അൺഇൻസ്റ്റാൾ ആകുന്നില്ല. അപ്പോൾ ഇത്തരം ആപ്പുകൾ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ എങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടൈപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്പോൾ ഈ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളുടെ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ആകാത്ത ആപ്പുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പം ഫൈൻഡ് മൈ ഡിവൈസ് എന്നൊരു ആപ്പുണ്ട്. ലോക്ക് മൈ ഫോൺ എന്നുള്ള നമ്മൾ നേരത്തെ കാണിച്ച ആ 2 ആപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ആപ്പ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യരുത്. കാരണം നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ, ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്പ് ഉപകാരപ്പെടും. അധികം മൊബൈൽ ഫോണിലും മൊബൈൽ കമ്പനി തന്നെ തരുന്ന ഒരു ആപ്പാണ്. ഇത് നമ്മൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ഈ 2 ആപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തുറന്ന് ഇതുപോലെ കാണിക്കുന്ന ഭാഗത്ത് ഡീആക്ടിവേറ്റ് ദിസ് ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക, തുറന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ആപ്പ് ഇവിടെ ഓഫായി. ഇനി നമുക്ക് ഈ മാൾവെയർ ബൈറ്റ്സ് ഇനി നമുക്ക് ആപ്പുകളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നേരത്തെ കാണിച്ച പോലെ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ മാനേജറിൽ പോയി അൺഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് കാണാൻ സാധിക്കും ഇതുപോലെ ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ആയിപ്പോയി. നേരത്തെ നമ്മൾ ഓക്കെ കൊടുത്തപ്പോൾ അൺഇൻസ്റ്റാൾ ആയിട്ടില്ല. രണ്ടാമത്തെ അത്തരത്തിൽ നമുക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ആയിപ്പോയി. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ മൊബൈൽ ഫോണിൽ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.